ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഉയർന്നുവന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് വേളയിൽ മണ്ഡലത്തിലുടനീളം ഷാഫി പറമ്പിലിന്റെ മതം പറഞ്ഞുള്ള പ്രചരണം CPM ഉയർത്തിയെന്ന കോൺഗ്രസിന്റെ ആക്ഷേപം നിലനിൽക്കെയാണ് മുരളീധരനും ഈ വിഷയത്തിൽ തന്റെ നിലപാടറിയിച്ചത്. വടകരയിൽ CPM അരുതാത്ത പല കാര്യങ്ങളും ചെയ്തെന്നും ഷാഫി ജയിച്ചാൽ വടകര എന്നേക്കുമായി നഷ്ടമാവുമെന്ന ഭയമാണ് CPMനെന്നുമാണ് മുരളീധരന്റെ വാദം. വടകര ബാലികേറാം മലയാകുമെന്ന ചിന്ത കൊണ്ടാണ് CPM വടകരയിൽ അരുതാത്ത പലതും ചെയ്തത്. അതുകൊണ്ടാണ് മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രനും താനും മത്സരിച്ചപ്പോൾ ഒന്നുമില്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നതെന്നും മുരളീധരൻ തുറന്നടിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഷാഫിയുടെ മതവും ഒരു ഘടകമായെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം കടന്നുവന്ന മുരളീധരൻ വൻ ഭൂരിപക്ഷത്തിൽ വെന്നിക്കൊടി പാറിച്ചിരുന്നു. എന്നാൽ ഇക്കുറിയും ഇവിടെ രണ്ടാം ഊഴം കിട്ടുമെന്നു കരുതിയ മുരളീധരനെ അവസാന നിമിഷം തൃശൂരിലേക്ക് പറിച്ചു നടുകയായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ MLA നടത്തിയ പരാമർശത്തിനെതിരെയും കെ മുരളീധരൻ കടുത്ത രീതിയിലാണ് പ്രതികരിച്ചത്. അൻവർ നടത്തിയ പ്രസ്താവനയ്ക്ക് ജനം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമെന്നാണ് മുരളീധരൻ ആണയിട്ട് പറയുന്നത്. കൂടാതെ അൻവറിന്റെ പ്രസ്താവന തള്ളിക്കളയാത്ത മുഖ്യമന്ത്രിയും CPM സംസ്ഥാന അധ്യക്ഷനും ഇതൊരു കൂട്ടായ നടപടിയാണെന്നതിന്റെ സൂചന നൽകുന്നുവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലായിരുന്നു PV അൻവർ നേരത്തെ രാഹുൽ ഗാന്ധിയെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിൽ സംസാരിച്ചത്. രാഹുലിന്റെ DNA പരിശോധിക്കണമെന്നും അദ്ദേഹം 4ാം കിട പൗരനായി മാറിയെന്നുമായിരുന്നു അൻവർ ആരോപിച്ചത്. പേരിനൊപ്പമുള്ള ഗാന്ധി കൂട്ടിവിളിക്കാൻ കഴിയാത്ത നിലയിലേക്ക് രാഹുൽ അധപതിച്ചെന്നും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുലിന്റെ DNA പരിശോധിക്കണം. രാഹുൽ മോദിയുടെ ഏജന്റാണോ എന്ന് സംശയിക്കേണ്ട നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നായിരുന്നു അൻവർ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ അൻവറിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വരികയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയെ വ്യക്തി അധിക്ഷേപം നടത്തിയ അൻവറിനെ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. എന്നാൽ അൻവറിന്റെ പരാമർശത്തിൽ തെറ്റില്ലെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിയും MP ഗോവിന്ദനും സ്വീകരിച്ചത്. ഇതും വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ഏതായാലും കേരളത്തിലും പരസ്പരം ചെളി വാരിയെറിയുന്നതിന് യാതൊരു കുറവുമില്ല. വടകരയിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുന്നതും അത്തരം പരാമർശങ്ങളും വിമർശനങ്ങളും തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടം തീക്കാറ്റായി ഉയർന്നപ്പോൾ ആരു ജയിക്കുമെന്നത് പക്ഷേ പ്രവചനാതീതം തന്നെയാണ്. സൈബർ ആക്രമണം LDFന് നഷ്ടക്കച്ചവടമായതോടെ UDFന് പ്രചാരണത്തിൽ മുൻതൂക്കമുണ്ടായിരുന്നു. LDFിലെ KK ശൈലജയും UDFിലെ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ ഇരുവർക്കും അനുകൂല പ്രതികൂല ഘടകങ്ങൾ നിരവധിയാണ്. അക്രമ രാഷ്ട്രീയം, ബോംബ് സ്ഫോടനം, സൈബർ ആക്രമണം തുടങ്ങി ആരോപണ പ്രത്യാരോപണങ്ങളും പരാതിയും കേസും കടന്ന് സ്ഥാനാർത്ഥിക്കുള്ള വക്കീൽ നോട്ടീസിൽ വരെ എത്തി കാര്യങ്ങൾ. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തോടെ ശൈലജയുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് കെ മുരളീധരൻ മാറി പകരം ഷാഫി എത്തിയതോടെയാണ് വടകരയിലെ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞത്. അർദ്ധരാത്രിയിലെ സ്വീകരണത്തിൽ പോലും വലിയ ആൾക്കൂട്ടം എത്തുന്നതാണ് UDFന്റെ ആത്മവിശ്വാസം. പതിവിൽ നിന്ന് ഭിന്നമായി വനിതകളെ വലിയ തോതിൽ രംഗത്തിറക്കാനായതും നേട്ടമാണ്. കോവിഡ് നിപ്പ കാലത്തെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജയ്ക്കുള്ള സ്വീകാര്യതയാണ് LDFന്റെ ആത്മവിശ്വാസം.